നാടിനെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും വളരെയധികം സങ്കടപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞു പോയത്. കാശ്മീരിലെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയ, കുടുംബത്തോടൊപ്പം പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി, ഒഴിവുകാലം ചെലവഴിക്കാൻ വേണ്ടി ഇറങ്ങിയ നിരവധി ആളുകൾ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒരിക്കലും നീതീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത ആക്രമണമാണ് ഇവിടെ നടന്നത്. കാശ്മീരിൽ നടന്ന ആ ഭീകരാക്രമണം, അതിനെ ശക്തമായ ഭാഷയിൽ എല്ലാ ആളുകളും പ്രതിഷേധിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അത്തരം സംഭവങ്ങൾ നടന്നുകൂടാ. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ആ ഭീകരാക്രമണം നടത്തിയത് അതിവിടെ ഒരു മതത്തിന് വേണ്ടി നടത്തിയതാണ് എന്നും അത്തരം സംഭവങ്ങളുടെ പേരിൽ ഒരു മതം പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിൻ്റെ കാരണം എന്തെന്നറിയില്ല. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് 26 പേര് കൊല്ലപ്പെട്ടതിൽ 15 പേരും ആ അക്രമികളുടെ മതമായിരുന്നു. അക്രമികൾ എന്ന് പറയപ്പെടുന്നവരുടെ മതത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അവരുടെ ലക്ഷ്യം ആ മതത്തെ സംരക്ഷിക്കലോ ആ മതത്തെ വലുതാക്കലോ എന്നല്ല, ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇസ്ലാം മതം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പലരും പറയുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഏറ്റവും സന്തോഷകരമായൊരു കാര്യം, ഈ ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ട്. മലയാളിയായ ഒരാൾ അതിൽ മരണപ്പെട്ടു. അവരുടെ ഒരു മകൾ, ആ അപകടത്തിൽപ്പെട്ട ഒരാളുടെ മകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു സംസാരം അത് ഏറെ സന്തോഷിച്ചു. അങ്ങനെ സന്തോഷിക്കാനുണ്ടായ ഒരു കാരണം, ഇങ്ങനെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളൊക്കെ നിർത്തപ്പെടുമ്പോൾ അത് തീർച്ചയാണ്. അങ്ങനെ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയതിൽ ഇന്ത്യയിലെ ഒരു ഹിന്ദുവും ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇന്ത്യയിലെ ഒരു ഹിന്ദു പോലും അത് കാരണം ഇസ്ലാം മതമാണ്, ഇസ്ലാം വളർത്താനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞവരൊക്കെ മതമില്ലാത്തവരോ അല്ലെങ്കിൽ തന്നെ ഹിന്ദുവിൻ്റെ പേരിലുള്ള ഭീകരവാദവുമായി നടക്കുന്ന മനസ്സുള്ള സംഘികളോ ആയിരിക്കാം. എന്നാലും ഈ പെൺകുട്ടി സംസാരിക്കേണ്ടായി. ആ പെൺകുട്ടി ഒരു ഹിന്ദുവാണ്. അതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തന്നെ പലയിടത്തും ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു, ഇസ്ലാമിക ഭീകരരുടെ അക്രമത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ളത്. സത്യത്തിൽ ഇവിടെ 26 പേര് മരണപ്പെട്ടപ്പോൾ, അങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാനും നിങ്ങളൊക്കെ ദുഃഖിച്ചതാണ്, ഓരോ ഇന്ത്യക്കാരനും ദുഃഖിച്ചതാണ്. അങ്ങനെ മരണപ്പെടുമ്പോൾ, ഒരു അപകടം നടക്കുമ്പോൾ അതിലൊരിക്കലും നമ്മളാരും മതം നോക്കാറില്ല. അപ്പോൾ ഈ മരണപ്പെട്ടവരുടെ മകൾ അവർ പത്രക്കാർക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു വാചകം, അവരെന്താ പറഞ്ഞത്? അങ്ങനെ അപകടത്തിൽപ്പെട്ടു, ആ ശരീരം മോർച്ചറിയിൽ വെച്ചപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലൂടെ ഓടി നടക്കുമ്പോൾ 2 പേര് അവരെ സഹകരിക്കാൻ വരികയാണ്. സഹായിക്കാൻ വേണ്ടി 2 ഡ്രൈവർമാർ വന്നു. അവരുടെ പേര്, ഒരാളുടെ മുസാഫിർ എന്നാണ്, ഒരാളുടെ മറ്റൊരു ഇസ്ലാമിക പേരാണ്. ഈ 2 പേർ മുഴുവൻ സമയവും ഈ കുട്ടിയുടെ, എന്നെ ഒരു അനിയത്തിയുടെ പോലെ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. എന്നെ ഒരു സിസ്റ്ററെ പോലെ നോക്കുകയും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നടക്കുകയും, കാരണം അവിടെ പോയപ്പോൾ മറ്റാരുമില്ല, ഈ ഒരു പെൺകുട്ടിയെ ഒരു അനിയത്തിയുടെ പോലെ സഹകരിച്ചത് 2 മുസ്ലിങ്ങളായിരുന്നു, 2 കാശ്മീരി മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നു, അവസാനം എയർപോർട്ടിൽ നിന്നും യാത്ര പറയുമ്പോൾ വീണ്ടും പറഞ്ഞു അത്രേ, ഈ പെൺകുട്ടി ആ സഹോദരങ്ങളോട് പറഞ്ഞു, എനിക്ക് കാശ്മീരിൽ നിന്ന് 2 സഹോദരങ്ങളെ ലഭിച്ചു എന്നുള്ളത്. എനിക്ക് കാശ്മീരിൽ നിന്ന് 2 സഹോദരങ്ങളെ ലഭിച്ചു എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. ഈ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ആരാണെങ്കിലും, ആ അക്രമങ്ങൾ അഴിച്ചുവിട്ട ആളുകളുടെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഈ ഇന്ത്യയുടെ സൗഹൃദം നശിപ്പിക്കുക എന്നുള്ളതും ഇന്ത്യയുടെ മതങ്ങൾ തമ്മിലുള്ള ആ സന്തോഷവും സഹവർത്തിത്വവും നശിപ്പിക്കുക എന്നുള്ളതുമാണ് എന്ന് ഒരു തർക്കവുമില്ല. അതവിടെ നഷ്ടപ്പെടുകയാണ്, സത്യമാണ്. കാരണം ഇതുകൊണ്ടൊന്നും ഇന്ത്യയിലെ മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും തമ്മിലുള്ള ആ സൗഹൃദം നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ്. ഏതായിരുന്നാലും ആ ഒരു സത്യം പത്രങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞ, അതും ഏറ്റവും വലിയ ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു സംസാരം നടത്തിയ ആ സഹോദരിയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം തീർച്ചയാണ്, ഇവിടെ ഏതെങ്കിലും ആളുകൾ ഈ ഇന്ത്യയുടെ ഈ ഒരു സഹവർത്തത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളവർ അവിടെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതിൽ യാതൊരു സന്ദേഹവുമില്ല. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവിടെ ഈ ഒരു ഭീകരാക്രമണം നടത്തിയപ്പോൾ
ഏതൊക്കെ മുസ്ലിങ്ങളാണ് അതിനു വേണ്ടി സന്തോഷിച്ചത്? ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മതസംഘടനകളുടെ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, അവരൊക്കെ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? അവരൊക്കെ എന്താ സമൂഹത്തോട് പറഞ്ഞത്? ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അതിനെ ശക്തമായി പ്രതിഷേധങ്ങൾ അറിയിക്കുകയാണ് ഇവിടുത്തെ പണ്ഡിതന്മാരും ഇവിടുത്തെ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല.